ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 27th മോക്കപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 10 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും നന്നായിട്ട് ചെയ്യാം. 2020 ജൂണിൽ യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ടു ദി പുവർ ആയി നിയമിതയായ ഇന്ത്യൻ ബാലിക ആരാണ്? ആൻസർ എം നേത്ര. തെങ്ങുകളുടെ തടമെടുത്ത് ജൈവവളം ചേർത്ത് ജലസംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിൻ ആരംഭിച്ച ജില്ല ഏതാണ്? ആൻസർ കാസർഗോഡ്. 2020 ജൂണിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഡോക്ടർ NM മുഹമ്മദ് അലി സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ആൻസർ KK ശൈലജ. ഫോബ്സിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സെലിബ്രിറ്റികളുടെ 2020 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആരാണ്? ആൻസർ അക്ഷയ് കുമാർ. 2020 ജൂണിൽ നാസയുടെ വിശിഷ്ട പൊതുസേവനത്തിനുള്ള മെഡലിന് അർഹനായ മലയാളി ആരാണ്? ആൻസർ രഞ്ജിത്ത് കുമാർ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പദ്ധതി ഏത്? ആൻസർ വൈറ്റ് ബോർഡ്. KSRTCയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ആൻസർ ബിജു പ്രഭാകർ. ഗൂഗിൾ ക്ലൗഡ് ഇന്ത്യയുടെ സീനിയർ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ആൻസർ അനിൽ വല്ലൂരി. 2020 വേൾഡ് ഫുഡ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ അമേരിക്കൻ ആരാണ്? ആൻസർ രത്തൻ ലാൽ. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മരിയാന ട്രെഞ്ചിൽ എത്തിച്ചേർന്ന ആദ്യ വനിത ആരാണ്? ആൻസർ കാതറിൻ ഡി സുള്ളിവൻ. സുരക്ഷാ സേനകളുടെ യൂണിഫോം സാനിറ്റൈസ് ചെയ്യുന്നതിനായി DRDO വികസിപ്പിച്ച സാനിറ്റൈസിംഗ് ചേംബർ ഏതാണ്? ആൻസർ ജെർമി ക്ലീൻ. 2020 ജൂണിൽ P. കേശവദേവ് ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ വിജയകൃഷ്ണൻ. സമ്പൂർണ്ണമായി ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖല ഏത്? ആൻസർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE കുടുംബശ്രീയുമായി ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി ഏത്? ആൻസർ വിദ്യാശ്രീ. കോവിഡ് പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഓൺലൈൻ പഠനത്തിന് പിന്തുണ നൽകുന്നതിനായി KSFE നടപ്പാക്കുന്ന പദ്ധതി ഏത്? ആൻസർ വിദ്യാസഹായി. കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ മാരാരിക്കുളം.
കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ആൻസർ GV രാജ സ്പോർട്സ് സ്കൂൾ. 2020 ജൂണിൽ ഇന്ത്യ ചൈന സംഘർഷമുണ്ടായ സ്ഥലമേത്? ആൻസർ ഗാൽവൻ വാലി. 2020 ജൂണിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്നും MP ആയി വിജയിച്ച മലയാളി ആരാണ്? ആൻസർ KC വേണുഗോപാൽ. സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? ആൻസർ പാലക്കാട്. 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ഏത്? ആൻസർ ഹർഷം. KSRTC സോഷ്യൽ മീഡിയ സെൽ കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വചിത്രമേത്? ആൻസർ തിരിച്ചറിവ്. കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ഏത്? ആൻസർ തോട്ടങ്ങളിലേക്ക് നീങ്ങാം. മത്സ്യഫെഡ് KSRTCയുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി ഏത്? ആൻസർ പ്രതിഭാതീരം. COVID-19 പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ എത്താൻ കഴിയാത്തവർക്ക് ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിനായി ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി ഏത്? ആൻസർ സഞ്ജീവിനി. 2020 ജൂണിൽ ദേവിക, പുനേജ എന്നീ പാലങ്ങൾ നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശമേത്? ആൻസർ ജമ്മു ആൻഡ് കാശ്മീർ. COVID-19 പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളും വികസന മാതൃകകളും ആരായുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച തുടർ സംവാദ പരിപാടി ഏതാണ്? ആൻസർ കേരള ഡയലോഗ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആര്? ആൻസർ KV മനോജ് കുമാർ. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ മാതൃജ്യോതി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നിയമിതനായ മലയാളി ആരാണ്? ആൻസർ MV ശ്രേയാംസ് കുമാർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.